എല്ലാ കൂട്ടുകാർക്കും അഫ്ളലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ വിശുദ്ധ ഖുർആൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ മുനാഫിഖൂനയാണ്. സൂറത്തുൽ മുനാഫിഖൂനയിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആരാണ് മുനാഫിഖ്? പുറത്ത് ദൈവിക വിശ്വാസവും അകത്ത് ദൈവിക നിഷേധവും നടത്തുന്ന ആളുകളാണ് മുനാഫിക്കുകൾ. ചതിയന്മാരാണ് മുനാഫിക്കുകൾ. പുറത്ത് ഇസ്ലാമിക വിശ്വാസം പ്രചരിപ്പിക്കുകയും അകത്ത് ഇസ്ലാമിനെതിരെയുള്ള ശത്രുത ഉള്ളിൽ മറച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുനാഫിക്കുകൾ എന്ന വിഭാഗം. ഇവരെ ആക്ഷേപിക്കുകയാണ് സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അഹമ്മുൽ മഫാഹീം, പ്രധാന ആശയങ്ങൾ. തബ്ദഉ സൂറത്തു, ഈ സൂറത്ത് തുടങ്ങുന്നു ബി ഫളഹിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളെ ഫളഹ് ചെയ്തുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്. ആരായി മുനാഫിഖീങ്ങൾ? അൽ മുനാഫിഖൂന, മുനാഫിഖുകൾ. യതളാഹറൂന ബിൽ ഈമാൻ, പുറമേ സത്യവിശ്വാസം അവർ പ്രകടിപ്പിക്കും. വയുബ്തിനൂനൽ കുഫർ, അകത്ത് ദൈവനിഷേധം ഉള്ളിൽ കൊണ്ട് നടക്കുകയും ചെയ്യും. ഇനി ഇവരുടെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? സിഫാത്തുഹുമുസ്സയ്യിഅ, അവരുടെ മോശമായിട്ടുള്ള വിശേഷണങ്ങൾ. ഒന്ന്, അൽ കദിബു, കളവ് പറയും. രണ്ട്, അൽ ഐമാനുൽ ഫാജിറ, കള്ളസത്യം ചെയ്യും. മൂന്നാമതായിട്ട് സ്വദ്ദുന്നാസ് അൻ ദീനില്ലാഹ്, ജനങ്ങളെ അല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് അകറ്റുന്നവർ. നാലാമതായി അവരുടെ ലക്ഷണം അൽ ജുബുൻ, ഭീരുക്കളാണ് മുനാഫിക്കുകൾ. ആറാമത് അത്തആമുറൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങൾക്കെതിരെ നീങ്ങുക, സത്യവിശ്വാസികൾക്കെതിരെ നീക്കം നടത്തുന്ന ആളുകളാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ മറ്റൊരാശയമാണ് മുനാഫിഖൂനയിലൂടെ പറയുന്നത്. മനുഷ്യരെ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മക്കൾ, അവർക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഓടി നടക്കുന്നത്? പക്ഷേ അവർക്ക് വേണ്ടിയുള്ള ഈ ഓട്ടത്തിൻ്റെയിൽ, അവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെയിൽ നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകരുത്. സമ്പത്തിന് മുകളിൽ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ മറക്കരുത്. തുഹദ്ദിറുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ അല്ലാഹു ജാഗ്രത പുലർത്താൻ പറയുന്നു. മിൻ അൻ തുൽഹീഹിം, അവരെ അശ്രദ്ധമാക്കുന്നതിൽ നിന്ന്. അംവാലുഹും, അവരുടെ മുതൽ. വ ഔലാദുഹും, അവരുടെ മക്കൾ. അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ സ്മരണയിൽ നിന്ന്. മക്കൾ ഒരിക്കലും അല്ലാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നമ്മളെ മാറ്റരുത്. സമ്പത്തിനോടുള്ള ആഗ്രഹം, അല്ലാഹുവിനെ സ്മരിക്കാൻ സമയം കിട്ടാതിരിക്കരുത് നമുക്ക്. വതദുഉഹും, വിശുദ്ധ ഖുർആൻ അവരെയൊക്കെ ക്ഷണിക്കുകയാണ്. ഇലൽ ഇൻഫാഖ്, ചെലവഴിക്കുവാൻ. ഫീ സബീലില്ലാഹ്, എത്ര കുറച്ച് പണമാണെങ്കിലും ഉള്ളതിൽ നിന്നൊരൽപ്പം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കണം. ഇനി ഈ സൂറത്ത് അവസാനിക്കുക. തഖ്തതിമു ഹാദിഹി സൂറ, ഈ സൂറത്ത് വിരാമമിടുന്നു. ബി ബയാനി, വ്യക്തമാക്കിക്കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അന്നൽ ഇസ്സത ലില്ലാഹ്, അല്ലാഹുവിനാണ് പ്രതാപമുള്ളത്. വലി റസൂലിഹി, അല്ലാഹുവിൻ്റെ തിരുദൂതർക്കുമാണ് പ്രതാപമുള്ളത്, ഇസ്സത്തുള്ളത്. വലിൽ മുഅ്മിനീൻ, യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ യഥാർത്ഥ പ്രതാപമുണ്ടാകൂ, ഇസ്സത്തിലായി ജീവിക്കാൻ കഴിയുകയുള്ളൂ.